എടി കുരുപ്പേ, ഞാൻ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ ഇത് പറഞ്ഞ പറയല്ലേ ചെയ്യണത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 100 റുപ്യക്ക് അവിടെ പോയി സാധനം കൊണ്ടുവരാൻ. ആ 100 റുപ്യക്ക് കഴിഞ്ഞ ആഴ്ച സാധനം കൊണ്ടുവന്നു. ഇല്ലേ ഇല്ലേ? എന്നിട്ട് പിന്നെ ഈ ആഴ്ച ചെന്നപ്പോ ആ 100 റുപ്യയുടെ സാധനം കൊടുത്തത് അന്ന് 1 കിലോ കിട്ടി. ഇല്ലേ? ഇന്നത്തെ കിട്ടിയത് 1/2 കിലോ കിട്ടി. ഇനി അടുത്ത ആഴ്ച ഞാൻ പോകും, അപ്പോൾ ഈ 100 റുപ്യ തരും. ആ 100 റുപ്യക്കുള്ള സാധനം ഞാൻ കൊണ്ടുവരുന്നത്. ആ സാധനം കൊണ്ടുവരുമ്പോ 250 തരും. 250 പിറ്റത്തെ മാസം ഞാൻ ചെല്ലുമ്പോ ആ 250 ഒന്നും കിട്ടുകാരും ഇന്റെ വിളിച്ചാൽ ഞാൻ ചവിട്ടി പൊളിച്ചിട്ട് കൂടെ പോയിട്ട് നേരം വൈകുന്നേരം തുടങ്ങും. ഓരോന്ന് അതില്ല ഇതില്ല. ഞാൻ എന്ത് ചെയ്യുന്നത്? ഏറ്റവും ഉപയോഗ സാധനം കൂടി 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 വരികയാണ്. ഇതൊക്കെ ചവിട്ടി പൊളിച്ച് ഞാനല്ലോ എവിടേക്കും പോകും. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്ന വിചാരത്തിന് തുടങ്ങുന്നുണ്ട്. ആ സാധനമില്ല ഈ സാധനം, നിരന്തരം സാധനങ്ങൾ ഇങ്ങനെ വില കൂടുക. ഞാൻ എവിടെ കൊണ്ടുവന്നത്? ഈ രാജ്യത്ത് നാളെ വയസ്സിൽ പ്രായമായി. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും ആ സാധനമില്ല ഈ സാധനം പാണ്ടാളണം പെണ്ണിന് ജീവിതത്തിൽ കിട്ടില്ല. എന്തൊരു കരാത് നിത്യോപയോഗ സാധനം വില ഇങ്ങനെ കൂടുക. ഞാൻ എന്ത് കൊണ്ടുവന്നത്? ഇതൊക്കെ ഈ പൈ വർത്താനം പറയുമ്പോഴേ അതിനോട് വോട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഗുജറാത്തോട് പറഞ്ഞു ഈ സാധനം എവിടെ വില കൂടുന്നത്? തിലക്കാതെ നിൽക്ക കുരിപ്പ എനിക്ക് നല്ലത്. ഈ കോഴിക്കോട് ഉണ്ടല്ലോ ചവിട്ടിയാൻ കൊടുക്കുന്നത്. എന്താടാ എന്താ പ്രശ്നം? എന്താ ചവിട്ടിപ്പൊളിച്ചു വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ചാ എന്താ വേണ്ടി ഇജാരാ എന്താ ഇവിടെ നിന്ന്? ഞങ്ങളൊരു ഉദ്ഘാടനത്തിന് വിളിച്ചാൻ വേണ്ടി പോകാം. ഉദ്ഘാടനത്തിനാ? ആ ഉദ്ഘാടനത്തിന്. ഇന്നെ എനിക്ക് റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോഴേ നിങ്ങൾ ഈ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് കണ്ടപ്പോ നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ് ഉദ്ഘാടനം. കുതിരക്കാലി തന്നെ തലയിൽ കയറി കുതിരക്കാലിന്റെ പുതിയൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് പറ്റിയ ഒരാളെങ്ങനെ അന്വേഷിച്ചതാണ് ഈ റോട്ടിൽ കൂടി പോകുമ്പോഴാണ് നിങ്ങൾ ഈ വാതിൽ ചവിട്ടി പൊളിച്ചതൊക്കെ കാണുന്നത്. എന്ത് കുന്തർത്താന ഞാൻ ഈ വാതിൽ ചവിട്ടി പൊളിച്ചലും എന്റെ കമ്പനിയായിട്ട് എന്താ? നിങ്ങളിപ്പോ നിങ്ങളെ പെണ്ണുങ്ങളെ ചീത്തറിയാ വാതിൽ ചവിട്ടി പൊളിച്ച അങ്ങനത്തെ പരിപാടിക്കാണേ. ചെങ്ങ ചവിട്ടി പൊളിച്ചാക്കും നിത്യോപയോഗ സാധനങ്ങൾ വില കൂടാ. ഒരു 100 റുപ്യരും ആ സാധനം കൊണ്ടുവരാറും പിറ്റത്തെ ആഴ്ച ചെല്ലുമ്പോ അതിന്റെ പകുതി കിട്ടുള്ളൂ. പിറ്റത്തെ ആഴ്ച ചെല്ലുമ്പോൾ അതിന്റെ പകുതി കിട്ടുള്ളൂ. പിറ്റത്തെ ആഴ്ച ഒന്നും കിട്ടൂല. എന്നിട്ട് ഈ കുരിപ്പ് ഓരോന്ന് മനസ്സിനെ പറഞ്ഞാണ്ട് കച്ചറ ഉണ്ടാക്കുകയാണ്. ഞാൻ എന്ത് ഒലക്കെ ചെയ്യുന്നു? പിന്നെ കുഴപ്പമില്ല അങ്ങനെ പോലുള്ളവർക്കുള്ള പരിപാടിയാണ് നമ്മൾ തുടങ്ങുന്നത്. കൊരക്കാൻ വെച്ചാ ചവിട്ടി പൊളിച്ചാൻ വയ്ക്കും വാതില്ല ചവിട്ടി പൊളിച്ച് ഇതൊക്കെ എന്തിട്ട് പറ. മഞ്ചേരി നമ്മൾ പുതിയ കട ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നവർക്ക് ചവിട്ടി പൊളിക്കാനും തച്ചു പൊളിക്കാനൊക്കെ സംരംഭങ്ങളാണ് വരുന്നത്. നിങ്ങളെ പോലെ അമിതമായ ദേഷ്യമുള്ളവർക്ക് ആരോടാ ദേഷ്യം എന്ന് വെച്ചാല് ആ ദേഷ്യം നമുക്ക് അവിടെ തീർക്കാനുള്ള സാധനം അവിടെ ഉണ്ടാവും. ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആളങ്ങള്. കാരണം ഈ വാതിലൊക്കെ നിങ്ങൾ ചവിട്ടി പൊളിച്ചില്ലേ? അതിന് ചെങ്ങായി നിങ്ങളെ കമ്പനിക്ക് എന്താ അതിന്റെ ഗുണം? അതിന്റെ ഗുണം തന്നെ നിങ്ങളെ പോലുള്ളവർക്ക് നിങ്ങളെ പേരെ പോയി ചോട്ടി പൊളിച്ചണ്ട. അങ്ങോട്ട് വന്നാലും ആ ചോട്ടി പൊളിച്ചാൽ നിങ്ങൾക്ക് ബാതിലാണെങ്കിൽ ആ ബാതിൽ അവിടെ തരും. അപ്പൊ ആ ബാതിൽ നിങ്ങൾ പൈസ എന്നാണ് ചോട്ടി പൊളിച്ച് പോകുന്ന നിങ്ങളെ ബാതിലൊന്നും പറ്റൂലല്ലോ. നിങ്ങൾക്ക് TV ആണ് ചോട്ടി പൊളിച്ചാൽ TV അവിടെ കൊടുന്ന് വെച്ചേരും. നിങ്ങൾക്ക് ഒരു ഫാനാണ് ചോട്ടി പൊളിച്ചാൽ ആ ഫാൻ അവിടെ ഉണ്ടാവും. അത് നിങ്ങൾ ചോട്ടി പൊളിച്ചോളി. അപ്പൊ അതിന് പറ്റിയ ആളാണ് നിങ്ങൾ അല്ലേ? അത് ശരിയാ. ഇത് സത്യത്തില് ഇത് പറഞ്ഞപ്പോ നമുക്കിത് കുട്ടൻസ് മനസ്സിലായി. ഇവിടെ ഇപ്പൊ ചെറുക്കൻ കൊടുന്ന TV ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതേമാതിരി ഓളി കുരിപ്പ് എന്തൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചവിട്ടിട്ട് പൊളിച്ചു. അത് പൊളിച്ചു കഴിഞ്ഞ് കുട്ടികളെ പിന്നെ പേരക്കുട്ടികളെ പഠിച്ച പുസ്തകം ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വലിച്ചു എറിഞ്ഞു. ഇത് സത്യത്തില് ഇത് എന്റെ തലയാണെങ്കിലല്ലോ 1ാം നമ്പർ തലയാണ്. കാരണം നമുക്ക് ദേഷ്യം പിടിച്ചുമ്പോ അവിടെ പോയിക്കാണ്ട് ഇതാക്കാം. അതിനിപ്പോ നമ്മള് കുറച്ച് പൈസ നിങ്ങളെ പെണ്ണുങ്ങളോടെ ദേഷ്യം വെച്ചാല് പെണ്ണുങ്ങളെ രൂപ അവിടെ ഉണ്ടാക്കി തരും. പെണ്ണുങ്ങളെ എവിടെ പൊളിച്ചാ അത് പറ്റോ? നമുക്ക് വേറെ ആരോടൊക്കെ ദേഷ്യം അവിടെ പോലെ രൂപ അവിടെ ഉണ്ടാക്കി തരും. നല്ല പരിപാടിയാണ്. ഇങ്ങനത്തെ കമ്പനികളൊക്കെ തന്നെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നിത്യോപയോഗ സാധനത്തിന് വില കൂടുണ്ടാണ് ബാധ്യത ചോട്ടിപ്പൊളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കുള്ള വരുമാനം നമ്മൾ കണ്ടെത്തും. പോലുള്ള ആൾക്കാരെ പൈസ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇങ്ങനത്തെ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മൾ കൊണ്ടുപോകും. പൈസന്റെ വർത്താനം പറഞ്ഞപ്പോ ഇതിപ്പോ നമ്മളിത് ചോട്ടി പൊളിച്ച് നാളെ പോയിക്കാൻ ആശാരനെ കൊണ്ടുവരും. 1000 രൂപ കൂലി കൊടുക്കണം. പിന്നെ ഇതിന് മരത്തിന്റെ പൈസ കൊടുക്കണം. അതാണ് ഇത് നമുക്കിത് മനസ്സിലാകേണ്ട. പക്ഷെ വന്നാ മതി ചവിട്ടി പൊളിച്ചിട്ട് പോന്നാല് അത് ചവിട്ടിയത് വൃത്തിയാക്കാനും ശരിയാക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ടാവും. നിങ്ങളെ ഈറ കറ്റുമ്പോ കുറച്ച് പൈസയും കൊടുത്ത് പോന്നാ മതി. എവിടുത്തെ ഈ ചെറിയ ശരീരത്തിൽ ഇത്രയും നല്ല അതാണ് ബുദ്ധിയാണ് വേണ്ടത്. ഈ കാലഘട്ടം മാറിയിരിക്കുന്നു. ജീവിക്കണമെങ്കിലും ചിന്തിക്കണം. നല്ലോണം ചിന്തിച്ച് സംരംഭം കണ്ടുപിടിച്ച എല്ലാരും തുടങ്ങുന്ന പരിപാടിയെല്ലാം നമ്മൾ തുടങ്ങണ്ടേ. പുതിയത് ആസൂത്രണം ചെയ്യണം. അപ്പൊ നമ്മള് ഇന്ത്യ രാജ്യത്ത് കുറെ സ്ഥലത്തുണ്ട്. അത് ഇനി കുറെ സ്ഥലത്ത് വരും. ഇപ്പൊ നമ്മള് മഞ്ചേരി മഞ്ചേരി ആദ്യം വരും.
അത് കൂട്ടാൻ സമ്മാനം ഇന്നെ കണ്ടുപിടിച്ച ആനക്ക് നമ്മളെ പേര് സമ്മാനം ഉണ്ട്. ആ കാരണം നമുക്ക് ദേഷ്യം പിടിച്ചാ പിന്നെ കാണുന്നതൊക്കെ വലിച്ചു പൊളിച്ച് താച്ച് അമർത്തിയിട്ട് നമുക്കൊരു മനസമാധാനമുള്ളൂ. എന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ കിടക്കുമ്പോ പഠിച്ചോനെ ഇതിനൊക്കെ പൈസ ഉണ്ടാക്കണമെന്നുള്ളത് വേറെ പ്രശ്നം കേട്ടോ. എന്നാലും നമുക്കൊരു കരിപ്പാണ്. ആ കരിപ്പാണ് കയറി ആ ചിന്ത നിങ്ങൾക്ക് വേണ്ട. ചവിട്ടിങ്ങൊക്കെ എത്ര വേണമെങ്കിലും പൊളിച്ചാ. അപ്പൊ ഇന്ത്യ രാജ്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഓരോ ബാറിലും 5 10 മണി ഈ പോക്ക് പോവാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഞാൻ വരും കുട്ടി. എന്റെ പരിപാടി എന്താണ് ഇത് തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് പഴയതെടുക്കണോന്ന് കുറച്ച് സാധനം കൊടുന്ന വെച്ചാല് അത് ചൊടി പൊളിച്ചോളൂ ആൾക്കാർ. പുതിയ മാനല്ലോ നിങ്ങൾ പുതിയ പുതിയ വരില്ല. പഴയതെടുക്കണോടത്ത് കൊണ്ടുവരും. അത് കുട്ടാസാണ്. നിങ്ങൾ ബുദ്ധിമാനാരാണ്. ആയിക്കോട്ടെ ഇൻഷാല്ലാ നമ്മൾ വരും. എന്നാ പിന്നെ ഉദ്ഘാടനത്തിന് പറഞ്ഞ് ഡേറ്റ് ഞാനും പിന്നെ അറിയിക്കാങ്ങളെ. ആയിക്കോട്ടെ. എന്താ ഫോൺ നമ്പർ? ഞാനിപ്പോ എന്താ വെച്ചാൽ ആരെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നമ്മള് വരും ജഗല് കാണുന്നു ഇവിടെ. ആയിക്കോട്ടെ ഇൻഷാല്ലാ നമ്മള് വരും. ഈ ഒരു സാധന സംരംഭം എല്ലാ പഞ്ചായത്തിലും 3 4 ആയിട്ട് വരട്ടെ എന്ന് നമ്മള് പ്രാർത്ഥിക്കണം. ഈ കാക്ക എന്ത് സാധനം നിങ്ങൾക്ക് വേണ്ട വെച്ചാ എല്ലാം ടച്ചാണോ ചവിട്ടിയാണോ എങ്ങനെ വെച്ചാ നിങ്ങൾക്ക് പൊളിച്ചാ. ഈ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് പൊളിച്ചാ ഇനിയിപ്പൊ പൊളിച്ചണ്ട. അല്ല എന്റെ കുട്ടിയുടെ സ്ട്രേറ്റ് ഉണ്ടാവും. ലാപ്ടോപ്പ് പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ ഇപ്പൊ പൊളിച്ചണ്ട. ഇനി നമുക്ക് പൊളിച്ചാൽ നമ്മളെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വെച്ചാ പൊളിച്ചാ കുട്ടികൾക്ക് നാസാക്കണ്ടല്ലോ. അല്ല അതും ശരിയാണ്. ആയിക്കോട്ടെ പിന്നെ പിന്നെയും കാര്യം എടുത്ത് വാങ്ങണ്ട. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ എന്നാ ഞാൻ പോയാലോ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.